ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമുഖ എഴുത്തുകാരനും സംവിധായകനുമായ ഷാഹി കബീർ തിരക്കഥ എഴുതി നവാഗതനായ ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഹെവി പോസിറ്റീവ് അഭിപ്രായം നേരിടുന്ന മുന്നേറുന്ന ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ കുഞ്ചാക്ക ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 9 കോടി 15 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 19 കോടി 35 ലക്ഷം രൂപയുമായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 40 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ 10 കോടി 55 ലക്ഷം രൂപയാണ് ഈ സിനിമ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. സിനിമ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 21 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഇന്നലത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ചിത്രത്തിന് കളക്ഷൻ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഏകദേശം 1 കോടി 55 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായി 12 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2-2.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 24 കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 1 കോടി 45 ലക്ഷം രൂപ മാത്രമാണ്. ചിത്രത്തിന്റെ ഇന്ന് വരെയുള്ള 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 കോടി 80 ലക്ഷം റേഞ്ചിലുമാണ്. ബോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഈ 2025 ആദ്യ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ചാവ. ലക്ഷ്മൺ ഉദയകർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന എന്നിങ്ങനെയാണ് താരങ്ങൾ. AR റഹ്മാൻ സംഗീതം പകർന്ന മഡോക് ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 130 കോടി രൂപയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 334 കോടി 51 ലക്ഷം രൂപയായിരുന്നു. 10 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 450 കോടിക്ക് മുകളിലുമായിരുന്നു. 11-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 345 കോടി 25 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 413 കോടി 35 ലക്ഷം രൂപയുമായി. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 70 കോടി രൂപയുമാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 483 കോടി 35 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. 12-ാം ദിവസമായ ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 500 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഫെബ്രുവരി 14 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, കലാഭവൻ ഷാജോൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം 8 കോടി 60 ലക്ഷം റേഞ്ചിലാണ്. 11 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 14 കോടി 80 ലക്ഷം രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. 12-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 15-20 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് 8 കോടി 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം 12 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 15 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. MDയുടെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി ഒട്ടനവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ബ്ലോക്ക് ബസ്റ്റർ വിജയവും നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, ബാലങ്കേ നായർ, ക്യാപ്റ്റൻ രാജു, മാധവി എന്നിങ്ങനെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച അഭിനയ പ്രതിഭകൾ അണിനിരന്ന ഈ സിനിമ ഫെബ്രുവരി 7 വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഇന്നലെ ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സംബന്ധമായ പുതിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ ആദ്യ 16 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 1 കോടി 6 ലക്ഷം രൂപയാണ്. ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപയും. GCC ഓവർസീസ് കളക്ഷനായി ഈ സിനിമ ആദ്യ 16 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 37 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ 1 കോടി 53 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 4K റീ റിലീസായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ഒരു വടക്കൻ വീരഗാഥ തന്നെയാണ്. സിനിമ പ്രദർശനം തുടരുന്ന തിയേറ്ററുകളിൽ ഇപ്പോഴും ഈ സിനിമ വീണ്ടും കാണാൻ ആളുകൾ എത്തിച്ചേരുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മാർച്ച് 7 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് ഔസേപ്പിന്റെ വസിയത്ത്. ശരത് ചന്ദ്രൻ ആർജ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, കനി കുസൃതി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഇന്ന് ഈ ചിത്രത്തിന്റെ 2 മിനിറ്റ് 28 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രെയിലർ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.